ഹലോ ഗായ്സ് അങ്ങനെ ഇന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ആ പരിപാടിക്കൊക്കെ നമുക്ക് പോയിട്ട് വന്നാലോ? ഒരു എൻഗേജ്മെന്റ് ഫംഗ്ഷൻ ആയിരുന്നു കേട്ടോ. അതായത് സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ സുന്ദരിയായിട്ട് പോകുന്നത്. അതായത് കേരള മങ്കയായിട്ട് തന്നെ പോയേക്കാന്ന് വിചാരിച്ചു. എനിക്കാണെങ്കിൽ പൊതുവേ ഈ ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ ആണെങ്കിൽ സാരിയൊക്കെ ഉടുത്ത് പോകുന്നതാണ് ഇഷ്ടം. കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും സാരി ഉടുത്ത് പോകുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു ഭംഗിയൊക്കെ ഉണ്ടേ. അങ്ങനെ നമ്മൾ നേരെ ഹോട്ടലിലേക്ക് എത്തി. ഹോട്ടലിൽ ചെന്ന പാടെ ഈ പാർക്ക് നോക്കി പിള്ളേർ അങ്ങോട്ട് തന്നെ പോയി. പിന്നെ രണ്ടുപേരെയും കൂടെ പിടിച്ച് കയറ്റി അകത്തേക്ക് കൊണ്ടുപോയിരുന്നു. അങ്ങനെ ഇന്ന് എൻഗേജ്മെന്റ് ഫംഗ്ഷൻ നടക്കുന്നത് മോണിക്കയുടെ രഞ്ജിത്തിന്റെ ആയിരുന്നു. അങ്ങനെ ഡയറക്റ്റ് നമ്മൾ ഹോളിലേക്ക് പോവുകയായിരുന്നു. 12 മണിക്കാണ് സമയം പറഞ്ഞത്. 12 മണിയായപ്പം തുടങ്ങിയിട്ടില്ലായിരുന്നു. പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞു നമ്മൾ ചെന്നിട്ട് സ്റ്റാർട്ടായി. അങ്ങനെ ചെറുക്കനും പെണ്ണും ഒക്കെ എത്തി. അവർ നേരെ സ്റ്റേജിലേക്ക്. ഇനി കുറേ പൂജയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെയായിരുന്നു അവരുടെ ഫംഗ്ഷൻസും കാര്യങ്ങളും ഒക്കെ. അങ്ങനെ അതൊക്കെ നല്ലപോലെ നടന്നുകൊണ്ടിരുന്നു. അങ്ങനെ മോതിരം മാറ്റൽ ചടങ്ങൊക്കെ ആദ്യം തന്നെ കഴിഞ്ഞു. അതിനുശേഷം ഫ്രൂട്ട്സൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി. പിന്നെ പ്രാർത്ഥനയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഇതൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കണ്ടെങ്കിലും നല്ല മനോഹരമായിരുന്നു. എല്ലാം അടിപൊളി ഒരു ഫംഗ്ഷൻ ആയിരുന്നു അറ്റൻഡ് ചെയ്തത്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയപ്പെടലും പിന്നെ അവരവരുടെ കുറേ ഫോട്ടോസ് എടുക്കാൻ വേണ്ടിയുള്ള ധൃതിയും കാര്യങ്ങളും ഒക്കെ ആയിരുന്നു. കാരണം അവർക്ക് ഈ ഫോട്ടോസൊക്കെ മെയിൻ അല്ലേ. നമ്മളൊക്കെ ഈ സമയത്തുണ്ടല്ലോ വെപ്രാളം കാണിച്ചാലും പിന്നെ നമ്മൾ ഈ ഫോട്ടോസിന് വേണ്ടി കുറേ കിടന്ന് ഓടും കേട്ടോ. പിന്നെ അവസാനം തെറി വിളിക്കുന്നതോ ഈ വീഡിയോ എടുക്കാൻ വന്നവരെ തന്നെ ആയിരിക്കും. ഫോട്ടോ ഒന്നും കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മോതിരമൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ അവർ റിപ്പീറ്റ് ചെയ്ത് അതായത് റീക്രിയേറ്റ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. പിന്നെ അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ ഇങ്ങനെ എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കഴിയുന്നതനുസരിച്ച് അവരുടെ ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ നടന്നുകൊണ്ടേയിരുന്നു. അങ്ങനെ അടിപൊളിയായിട്ട് എൻഗേജ്മെന്റ് ഫങ്ഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി എന്താണ്, ഇനി അവരെ വിഷ് ചെയ്യണം, പിന്നെ നമ്മുടെ ഫുഡ് അടിക്കണം. അങ്ങനെ എൻഗേജ്മെന്റ് ഫംഗ്ഷൻ കഴിഞ്ഞതിന് ശേഷം ഞങ്ങളെ വിഷ് ചെയ്യാനായിട്ട് സ്റ്റേജിലേക്ക് പോവുകയാണ്. അങ്ങനെ പോകുന്ന വഴിയിലാണ് നമ്മൾ നമ്മുടെ ഒരു ഫ്രണ്ടിനെ കണ്ടതേ. എൻ്റെ ഫ്രണ്ട് അല്ല കേട്ടോ, ഇവൻ്റെ ഫ്രണ്ടാ. ഏതെൻ്റെ ഫ്രണ്ട്, അവനെ കാട്ടിലും ഒരു 10 ദിവസം മുമ്പേ ജനിച്ച ഒരു കുഞ്ഞാണ്. അവനെ കണ്ടു, അവനുമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും വാരി കൊടുക്കുന്നു, സ്നേഹം പ്രകടിപ്പിക്കുന്നു. ഇങ്ങനെ ഫ്രണ്ട്സ് തമ്മിൽ ഭയങ്കര സ്നേഹമാണ്. നമുക്ക് മാത്രം മതിയോ ഫ്രണ്ട്സ്? അവർക്കും വേണ്ടായോ? അവരും വളർന്നു വരുന്ന യുവതലമുറയല്ലേ. അങ്ങനെ അവരവരുടെ സ്നേഹപ്രകടനങ്ങളൊക്കെ ഇങ്ങനെ നടത്തിക്കൊണ്ടിരുന്നു. അതിനുശേഷം നമ്മൾ ഫുഡൊക്കെ എടുത്ത്, ഫുഡ് അടിപൊളി ഫുഡായിരുന്നു. ചപ്പാത്തി, ചോറും പിന്നെ കറിയും പിന്നെ നല്ല ഫുഡ്, സ്വീറ്റ്സൊക്കെ അടിപൊളിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇനി എന്താണ്, നമുക്കവർക്ക് വിഷസൊക്കെ അറിയിക്കണ്ടേ. അങ്ങനെ നേരെ നമ്മൾ സ്റ്റേജിലേക്ക് ചെന്നു, ഫോട്ടോസൊക്കെ എടുത്തു. അതിനുശേഷം അവർക്ക് വിഷസൊക്കെ അറിയിച്ചു. ഇനി ഇവരുടെ കല്യാണം 6 മാസം കഴിഞ്ഞിട്ടേ ഉള്ളൂ. അത് നാട്ടിൽ വെച്ചിട്ടാണ്. അങ്ങനെ നല്ല വിഷസൊക്കെ അറിയിച്ചു. അങ്ങനെ നല്ലൊരു എൻഗേജ്മെൻ്റ് ഒക്കെ കൂടിയിട്ട് ഞങ്ങൾ അവരോട് ബൈ ഒക്കെ പറഞ്ഞതിന് ശേഷം വീട്ടിലേക്ക് പോയി. ഇനി അടുത്ത വീഡിയോയിലൂടെ കാണുന്നവരെ ഓക്കെ ബായ്.